ഹായ് ഹലോ. ഇന്ന് ഇതൂട്ടനും അമ്മയും കൂടി കന്യാകുമാരിക്ക് പോകാനുള്ള പരിപാടി കേട്ടോ. ഇവർ ഇറങ്ങിയിട്ട് വേണം നൈസായിട്ട് ഞങ്ങൾക്ക് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങാൻ. ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇതുവരെ ഇതൂട്ടിനോട് പറഞ്ഞിട്ടില്ല ഫോർട്ട് കൊച്ചിയിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ബഹളം വെക്കും. അതുകൊണ്ട് നൈസായിട്ട് ഞങ്ങളൊന്ന് നിങ്ങൾ പോകല്ലോ, അതുകൊണ്ട് ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോകട്ടെ. ചാറ്റൊക്കെ ഞങ്ങളെ വിട്ട് ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക്. ഒന്നും നോക്കിയില്ല. 30-ാം തീയതിയാണ്. ന്യൂ ഇയറിനൊന്നും നല്ല തിരക്കായിരിക്കും, അതുകൊണ്ട് ഞങ്ങൾ 30-ാം തീയതി പോകാമെന്ന് വിചാരിച്ച് നേരെ ചെന്നപ്പോൾ തന്നെ ഭയങ്കര ബ്ലോക്ക്. ഒരു രക്ഷയില്ല. ഒരു അരമണിക്കൂർ പോസ്റ്റായിരുന്നു, നല്ല കട്ട ബ്ലോക്കായിരുന്നു. അതുകൊണ്ട് നേരെ വെളി ഗ്രൗണ്ടിലേക്ക് ചെന്നപ്പോൾ തന്നെ ട്രീ ലൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റപ്പായിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര വൈബ്. നമ്മളെ DJ ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കണ്ട് ഡാൻസൊക്കെ കളിച്ച് പൊളിച്ചങ്ങോട്ട്. അങ്ങനെ തുള്ളി ക്ഷീണിച്ചപ്പോൾ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ നടന്ന് നമ്മൾ നാളെ കത്തിക്കാനുള്ള പപ്പാനെ കാണാമെന്ന് വെച്ച്. ഇതാണ് ഐറ്റം കേട്ടോ. കിട്ടുക്കം പപ്പാനാണ് ഈ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അങ്ങനെ അതും കണ്ട് നമ്മൾ നേരെ ഫോർട്ട് കൊച്ചിക്ക് വന്നല്ലേ, ബീച്ച് സൈഡിൽ നടക്കാണ്ട് എങ്ങനെ തിരിച്ചു പോകുന്നത്. പിന്നെ ഒരു പപ്പാനും കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യം കണ്ടത് വെളിയിലാണ്. ഇനി നമ്മൾ ഇവിടെ പരേഡ് ഗ്രൗണ്ടിൽ വരണം, അവിടെ അതും പോയി കാണണം. അങ്ങനെ ബീച്ചിലൂടെ കുറേ നടന്ന് നമ്മൾ നേരെ പരേഡ് ഗ്രൗണ്ടിലെത്തി. അവിടെ ചെന്നപ്പോഴാണ് പപ്പാനെ ഇന്ന് റെഡിയാക്കുന്നേ ഉള്ളൂ കേട്ടോ. അവർ കണ്ടാ ക്രെയിനൊക്കെ വെച്ച് സാധനം ഉയർത്തി മുകളിൽ 2-3 ചേട്ടന്മാരൊന്നും അതിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് നാളെ കത്തിക്കാനുള്ളതാണ്. കിട്ടിക്കാൻ പപ്പാനായിട്ട് രണ്ടും നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള പപ്പാനിയാണ്. അതെല്ലാം കണ്ട് നമ്മൾ നേരെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക്. ഇപ്പോൾ സമയം 2:30 മണിയായിട്ട് രാത്രി. ഞങ്ങളൊരു 8:45 വീട്ടിൽ നിന്ന് പോകുന്നതാണ്. ഞങ്ങൾ പോകുന്നപ്പോൾ ഭയങ്കര തിരക്കാണ്. കണ്ടത് തിരിച്ച് പോകുമ്പോൾ റോട്ടിലൊന്നും ആരുമില്ല, ക്ലീനായി കിടക്കുന്നത്. അങ്ങനെ കൊല്ലത്തെ ന്യൂ ഇയർ ഇനി വീട്ടിൽ ആഘോഷിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ താങ്ക് യു.